നമസ്കാരം, സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. തൊഴിൽ ദിനങ്ങൾ 200 ഉയർത്തുക, ദിവസവേതനം 600 രൂപയാക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. IPL ക്രിക്കറ്റ് ആവേശം കാണികൾക്ക് പകരാൻ പാലക്കാട് ഫാൻ പാർക്ക് ഒരുക്കും. പാലക്കാട് കോട്ട് മൈതാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന ഫാൻ പാർക്കിൽ പ്രവേശനം സൗജന്യമായിരിക്കും. പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാന വെള്ളിയിൽ പ്രാർത്ഥനാ നിർഭരരായ വിശ്വാസികൾ. വ്രതാനുഷ്ഠാനത്തിന്റെ പുണ്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക്. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ധർണ നടത്തി. തൊഴിൽ ദിനങ്ങൾ 200 ഉയർത്തുക, ദിവസവേതനം 600 രൂപയാക്കി ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കിഴക്കഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതാണ് കേരളത്തിലെ പിണറായി ഗവൺമെന്റിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു ഗവൺമെന്റ് ഇനിയും തുടരും, മൂന്നാമതും വരും എന്ന് വന്നപ്പോഴാണ് നമുക്കെതിരായി വലിയ ആക്ഷേപങ്ങൾ, കലാപങ്ങൾ ഇതൊക്കെ നടക്കുന്നത്. ഈ 600 പേർക്ക് വേണ്ടി ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയ്ക്കുക. അതിൻ്റെ ഒരാഴ്ച മുമ്പ് 10,000-കണക്കിന് തൊഴിലാളികൾ അവിടെ സമരം നടത്തിയപ്പോൾ ആരുടെയും പിന്തുണയില്ല. അവിടെ നടത്തുന്ന ആശാവർക്കർമാർ 10-25 ആളാണല്ലോ. നിരാഹാരം കിടക്കാണ്. ഇപ്പോൾ 2-3 പേരാണ് കിടക്കുന്നത്. അവരെ പറ്റി എന്താ പറയുന്നത്? പാവങ്ങൾ, പട്ടികജാതിക്കാരായ പാവങ്ങൾ. നമ്മുടെ കൂടെ പട്ടികജാതിക്കാരുണ്ട്. നമ്മളെല്ലാം പണക്കാരാ. പണമുണ്ടെങ്കിൽ ഇപ്പോൾ തൊഴിലുറപ്പ് പണിക്ക് പോകും. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം വലിയ പ്രമാണിമാരും പണക്കാരും. അവിടെ സമരം ചെയ്യുന്നവർ മാത്രം പാവങ്ങൾ. ഇടതുപക്ഷക്കാരായാൽ അവർ പാവങ്ങളുമല്ല, അവർ പട്ടികജാതിക്കാരുമല്ല, അവർ പിന്നോക്കക്കാരുമല്ല, അവർ അവശത അനുഭവിക്കുന്നവരുമല്ല. അവരെല്ലാം വലിയ പ്രമാണിമാരാണ്. അല്ലാത്തവരെല്ലാം പാവങ്ങൾ. ഇതൊക്കെ എഴുതി പിടിപ്പിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പാവങ്ങളുള്ളത് ഞങ്ങളുടെ കൂടെയാണ്. K രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. S രാധാകൃഷ്ണൻ, V രാധാകൃഷ്ണൻ, PM കലാധരൻ, P കോമളം, KA ചെല്ലമണി എന്നിവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ വടക്കഞ്ചേരി BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ യൂണിയൻ ഏരിയ സെക്രട്ടറി C തമ്പു ഉദ്ഘാടനം ചെയ്തു. എല്ലാ വാർഡുകളിലും കൺവെൻഷൻ നടത്തി നമ്മുടെ മുഴുവൻ തൊഴിലാളികളെയും പങ്കെടുപ്പിക്കാനുള്ള ഒരു സാവകാശം നമുക്ക് ലഭിച്ചില്ല. അതാണ് ഈ തൊഴിലാളികളുടെ എണ്ണത്തിൽ ഇത്രയും കുറവ്. അതല്ലെങ്കിൽ ഈ പ്രദേശത്തൊന്നും ഒതുങ്ങില്ല നമ്മുടെ തൊഴിലാളികൾ. നമ്മുടെ വടക്കഞ്ചേരി പഞ്ചായത്തിൽ അത്രയും തൊഴിലാളികളുണ്ട്. വടക്കഞ്ചേരി പഞ്ചായത്തിലുള്ളതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തൊഴിലാളികൾ, ഏറ്റവും കൂടുതൽ സംഘടിതരായ തൊഴിലാളികൾ ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലാകമാനം എല്ലാ സംസ്ഥാനങ്ങളിലും തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്. ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറയുന്നത് 2004 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കൂടിയ പാർലമെന്റ് യോഗങ്ങളിലാണ് ഈ തൊഴിലുറപ്പ് നിയമം പാസാക്കുന്നത്. അത് 2005-ലാണ്. അപ്പൊ 2005 വരെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറയുന്ന തൊഴിലാളികളില്ല. നിങ്ങളൊക്കെ കർഷക തൊഴിലാളികളായിരിക്കും. ഒരുപക്ഷെ അന്ന് പാടത്ത് ഞാറ് നടാനും അതുപോലെ തന്നെ കൊയ്യാനും മെതിക്കാനും ഒക്കെയുള്ള തൊഴിലാളികളാണ് നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത്. സതീശൻ അധ്യക്ഷനായി. രമാജയൻ, AT വർഗീസ് കുട്ടി എന്നിവർ സംസാരിച്ചു. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറളി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ ധർണ യൂണിയൻ ജില്ലാ സെക്രട്ടറി K വിജയൻ ഉദ്ഘാടനം ചെയ്തു. വേതനം നൽകുക എന്നുള്ള ലക്ഷ്യവുമാണ്. ആ വേതനം വർദ്ധിപ്പിച്ച് ഇന്ന് കേരളത്തിൽ 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ VS ആണ് ഭരിച്ചിരുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ 100 രൂപ നൽകുമ്പോൾ അന്ന് കേരളത്തിൽ 125 രൂപയാണ്. ഉഷ അധ്യക്ഷയായിരുന്നു. മോഹനൻ, വിജയൻ പാന്താമ്പാടം, അപ്പുക്കുട്ടൻ, രമേശ്, പ്രേമ എന്നിവർ സംസാരിച്ചു. IPL ക്രിക്കറ്റ് ആവേശം കാണികൾക്ക് പകരാൻ പാലക്കാട് ഫാൻ പാർക്കുകൾക്ക് തുടക്കമായി. പാലക്കാട് കോട്ട മൈതാനത്താണ് ഫാൻ പാർക്ക് ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രേക്ഷകർക്ക് സ്റ്റേഡിയത്തിലുള്ളതുപോലെയുള്ള അനുഭവം നൽകാൻ കഴിയും.
10 ലക്ഷത്തിലധികം ക്രിക്കറ്റ് പ്രേമികളാണ് ഇത്തവണ ഫാൻ പാർക്കുകളിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ. ശനി ഞായർ നടക്കുന്ന മത്സരങ്ങളായിരിക്കും കാണികൾക്ക് കാണാനാവുക. പ്രവേശനം സൗജന്യമായിരിക്കും. BCCI പ്രതിനിധി സുമിത് മല്ലപ്പുകാർ, KCA അംഗം സിയാഹുദ്ദീൻ, T. അജിത് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. The things which happen in the stadium during the game, we try to replicate that in the fan park. So, like I said, it's when we call it a park, it is always better that every fan sits on the ground in the grass, kind of a feel. So we lay aggro nets to make easier for people and fans to sit on the ground and watch the game. There will be a huge screen wherein the live game will be telecasted, and with the sound system what we use is actually, it will make you feel that you are sitting in a stadium. It's a real kind of a sound system, and other than that we have lots of activities happening around the fan park. So there will be a area designated for senior citizens. പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാന വെള്ളിയിൽ പ്രാർത്ഥനാ നിർഭരരായി വിശ്വാസികൾ. റമദാൻ പ്രതാരംഭം അവസാന ദിനങ്ങളിലേക്ക് കടക്കുകയാണ്. റമദാൻ മാസത്തിലെ അവസാന വെള്ളിയിൽ ജുമാ നമസ്കാരത്തിന് വിശ്വാസികൾ പള്ളികളിൽ ഒത്തുകൂടി. 27-ാം രാവിന്റെ പ്രാർത്ഥനകളുടെ പരിസമാപ്തിയിൽ വെള്ളിയാഴ്ച കൂടി എത്തിയതോടെ പള്ളികളിലും വീടുകളിലും പ്രാർത്ഥനകൾ കൊണ്ട് മുഖരിതമായി. നരകമോചനത്തിനായുള്ള പ്രാർത്ഥനയിലെ അവസാന 10-ലെ ഏറ്റവും വിശേഷപ്പെട്ട ദിനമായാണ് ലൈലത്തുൽ ഖദർ കണക്കാക്കുന്നത്. ഖുർആൻ അവതരിച്ച ദിനമായും ഈ ദിനത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. 30 ദിവസം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ദിനരാത്രങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പരിസമാപ്തി കുറിച്ച് ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസ സമൂഹം. പട്ടികജാതി വിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിച്ചുരുക്കിയ സംസ്ഥാന സർക്കാർ നിലപാടിനെതിരെ ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. PP സുമോദ് MLAയുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മുൻമന്ത്രി VC കബീർ ഉദ്ഘാടനം ചെയ്തു. അനുപരപ്പെടുത്ത ഡിഗ്രി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് IAS കോച്ചിങ്ങിന് പോയാൽ കൊള്ളാം, അപ്പോൾ നിനക്ക് എങ്ങനെ സാധിക്കും, എല്ലാവരും സഹായിച്ചാൽ സാധിക്കും എന്ന് പറയുകയാണെങ്കിൽ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനും സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. മിടുക്ക കുട്ടി നല്ലോണം വായിക്കും, നല്ലോണം യാത്ര ചെയ്യും, പ്രസംഗിക്കും, പാവങ്ങൾക്ക് വേണ്ടി ഓടും. ആ കുട്ടിയെ ഞാനും കൂടി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അവനെ അവിടെ ചേർത്തി. അവന് 4000 രൂപയും മറ്റോ മാസം കൊല്ലത്തിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. കഞ്ഞി വെച്ച് കുടിക്കാനുള്ള കാശത്തെയാണ്. അവസാനം ആ 4000 നിർത്തി. IAS കോച്ചിങ്ങിന് പോകുന്ന ആദിവാസി കുട്ടിക്ക് അത് 2 കൊല്ലം മുമ്പെയാണ്. അന്നത്തെ മന്ത്രിയെ ഞാൻ വിളിച്ചു പറഞ്ഞു, നാളമില്ല നിങ്ങൾക്ക് പാവപ്പെട്ട കുട്ടികൾ കാശ് കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്നത്, പക്ഷേ ഫണ്ടില്ല എന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ അവരൊരു അത്യാവശ്യ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ അവനെ കണ്ടിട്ടില്ല. പാവം അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് പഠിപ്പ് നിർത്തി അവൻ ആത്മഹത്യക്ക് പോയിരിക്കാം. എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്. ആദിവാസി കുട്ടികൾക്ക് കൊടുക്കാനുള്ള പഠിക്കുമ്പോൾ കൊടുക്കുന്നുള്ള ഗ്രാൻഡ് പോലും കൊടുക്കാൻ കഴിയാത്ത നാണം കെട്ടൊരു ഭരണത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. M. നാരായണസ്വാമി അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി സജീഷ് കുമാർ, S. കൃഷ്ണകുമാർ, M. ദിലീപ് കുമാർ, S. ഇല്യാസ്, V. മാധവൻ, S. കൃഷ്ണസ്വാമി, K. പൊന്നപ്പൻ, K. അയ്യപ്പൻ, R. മണി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കഞ്ചേരി അടയ്ക്കപ്പാറ MES സെൻട്രൽ സ്കൂളിലെ പുതിയ ബസ് സർവീസ് ആരംഭിച്ചു. പാലക്കാട് ജില്ലാ RTO CV മുജീബ് ഫ്ലാഗ് ഓഫ് ചെയ്തു. സക്കി ഹുസൈൻ അധ്യക്ഷനായിരുന്നു. ശ്രീജ രാജശേഖരൻ, സുലൈമാൻ ചിഞ്ചൂസ്, BMA റഹ്മാൻ, ഉസ്മാൻ മാസ്റ്റർ, ജിയാസുദ്ദീൻ, പ്രീത പുഷ്പരാജ്,
മുഹമ്മദ് ഖനി, സലീം, ജയകുമാർ, മുഹസിൻ, അശ്വിനി എന്നിവർ സംസാരിച്ചു. ആലത്തൂർ, കാവശ്ശേരി, അത്തിപ്പൊറ്റ റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുക. MES സെൻട്രൽ സ്കൂൾ വടക്കഞ്ചേരിയുടെ പുതിയ 3 സംരംഭങ്ങളാണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് എന്നെ ക്ഷണിച്ചതിന് അനുസരിച്ചിട്ട് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇവർ വാങ്ങിയ വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹനം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇന്ന് കുട്ടികളുടെ കണക്ടിവിറ്റിയാണ് ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ്. ചടങ്ങിനോടനുബന്ധിച്ച് MES യൂത്ത് വിംഗ് ആലത്തൂർ താലൂക്ക് കമ്മിറ്റി ഏർപ്പെടുത്തിയ പെരുന്നാൾ പുതുവസ്ത്ര വിതരണവും. മറ്റൊരു പ്രോഗ്രാം ഇവിടെയുള്ളത് ഈ റംസാനോട് ബന്ധപ്പെട്ടിട്ട് പുതുവസ്ത്രങ്ങൾ MESൻ്റെ സംസ്ഥാന യൂത്ത് വിംഗ് കമ്മിറ്റി നടപ്പാക്കിയിട്ടുള്ള പുതുവസ്ത്ര വിതരണം അർഹരായവരിലേക്ക് ഏകദേശം 100ഓളം കുട്ടികൾക്ക് ഈ താലൂക്കിൽ ലഭ്യമാക്കുകയാണ്. MES സ്കൂളിലെ ചിൽഡ്രൻസ് പാർക്കിന്റെ വിപുലീകരണവും നടന്നു. കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം കൂടി നടക്കുകയാണ്. കുട്ടികൾക്ക് ആർത്തുല്ലസിച്ച് കളിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അതിനുള്ള ഒരു ഫെസിലിറ്റീസ് ഇവിടെ നല്ല രീതിയിൽ ഈ സ്കൂളിന് ഒരുക്കാനാവും. അത് അവർക്ക് ഭാവിയിൽ വലിയൊരു ഗുണകരമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ ഈ പരിപാടികൾക്ക് മുന്നോട്ട് വന്നിട്ടുള്ള മാനേജ്മെൻറ്റിനെ ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡിനെ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രദേശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതോടൊപ്പം മാലിന്യം വലിച്ചെറിയുന്നവർക്കുള്ള ബോധവൽക്കരണം കൂടിയാണ് മാലിന്യമുക്ത പ്രഖ്യാപനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ മാസം 30-ാം തീയതി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ 30-ാം തീയതി എല്ലാ പഞ്ചായത്തുകളും മാലിന്യമുക്തമായി പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായി ഏറ്റവും മികച്ച രീതിയിൽ ഈ പ്രവർത്തനം നടത്തുന്ന വാർഡുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക അവാർഡുകൾ കൊടുക്കുന്നു. നമ്മുടെ പഞ്ചായത്തിൽ മാതൃകാപരമായ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, പൊതുവായ ശുചീകരണ പ്രവർത്തനം എല്ലാം നടത്തുന്ന വാർഡുകളിലൊന്ന് ഈ 4ാം വാർഡ് തച്ചക്കോടാണെന്നാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രത്യേകം അതിന് ഒരു അവാർഡും പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് വാർഡുകൾ, മികച്ച വിദ്യാലയങ്ങൾ, മികച്ച വായനശാലകൾ, മികച്ച അയൽക്കൂട്ടങ്ങൾ, അങ്ങനെ ഹരിതമായി നമ്മുടെ പഞ്ചായത്തിനെയും നമ്മുടെ നാടിനെയും സംരക്ഷിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നൽകി ഈ നാട്ടിൽ ഇനി മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു സ്ഥിതി ഒഴിവാക്കി നമ്മുടെ കിഴക്കഞ്ചേരി പഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒപ്പം ഈ 4ാം വാർഡിലും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വാർഡംഗം സജിത ശിവദാസ് മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. KV രാജൻ, PC പ്രതീഷ്, ഷിബിനാസ് തുടങ്ങിയവർ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകി.